പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ മൊഡ്യൂൾ 3-ലെ അടുത്ത യൂണിറ്റ് ആണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്നുള്ള യൂണിറ്റ്. ഇതിൽ നമ്മൾ മൊത്തത്തിൽ ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ ഇത് നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ ആണ്. ഇനിയൊരു 3 ചാപ്റ്ററും കൂടി ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം എന്താണ് പറയാ, നമ്മുടെ ഈ വർഷത്തെ ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നോളജി എന്നുള്ള ആ ഒരു വിഷയം അവിടെ സമാപിക്കും. നവംബർ അവസാനത്തോടു കൂടി തന്നെ അത് തീർത്തിട്ട് നമ്മൾ ഡിസംബറിൽ പിന്നെ നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ യൂണിറ്റ് 11 അൾട്രാസൗണ്ട് സ്കാനിങ്ങിനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾ പലരും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ എന്തുണ്ടാവും, സ്കാനിങ്ങിന് പോയിട്ടുണ്ടാവും അല്ലേ, അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ചില കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കുന്നത്. പ്രധാനമായും അൾട്രാസൗണ്ട് മെഷീനിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അൾട്രാസൗണ്ട് മെഷീൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കാനിങ് മെത്തേഡ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ എക്സ്റേ കുറിച്ച് പഠിച്ചു. എക്സ്റേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്കാനിങ് മെത്തേഡാണ് എന്ത്, അൾട്രാസൗണ്ട് സ്കാനിങ് എന്നുള്ളത്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിന്റെ പ്രത്യേകത എന്താണ്, അത് നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ അല്ല എന്നുള്ളത്, നമ്മുടെ ശരീരത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരു ഇമേജിംഗ് ടെക്നിക്സ് ആണ് അൾട്രാസൗണ്ട് ഇമേജിംഗ് എന്നുള്ളത്. അതുകൊണ്ടാണ് അതെന്ത് പറയുന്നത്, പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മളുടെ അമ്മമാരുടെ വയറ് സ്കാൻ ചെയ്യാൻ വേണ്ടി ആ വയറിനുള്ളിലുള്ള കുട്ടിയുടെ നില ഏതൊക്കെ പൊസിഷൻസ് ആണ് എന്ന് അറിയാൻ വേണ്ടി, കുട്ടിയുടെ കഴുത്തിൽ അതുപോലെ ആ കോഡ്സ് കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി, അതുപോലെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടി, കുട്ടിയുടെ പൊസിഷൻസ് അറിയാൻ വേണ്ടി, കുട്ടിയുടെ സൈസ്, സ്ട്രക്ചർ, ഷേപ്പ് ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അൾട്രാസൗണ്ട് സ്കാനിങ് ഉപയോഗിക്കും. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ അമ്മമാരും അല്ലെങ്കിൽ പ്രഗ്നൻസി ആയിട്ടുള്ള സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കാനിങ് ചെയ്യാറുണ്ട്. സാധാരണ ഹോസ്പിറ്റലുകാരെ നിർദ്ദേശിക്കാറുണ്ട്. ചിലരൊക്കെ 3 മാസം കൂടുമ്പോൾ ചെയ്യും, ചിലർ ഓരോ മാസവും ചെയ്യും. ഇറ്റ്സ് ഡിപ്പെൻസ്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ചാണ് ഈ ഒരു സ്കാനിങ് മെത്തേഡ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് അത് സ്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അൾട്രാസൗണ്ട് ഇമേജിങ്ങിന്റെ ഒരു ചിത്രം. ഇതാണ് പോർട്ടബിൾ അൾട്രാസൗണ്ട് മെഷീനാണ്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് മെഷീൻ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണ്, ഒരു പോർട്ടബിൾ മെഷീനാണ്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തൂക്കി നടക്കാവുന്ന ഒരു മെഷീൻ. ഇനി നിങ്ങൾ വലത് സൈഡിലുള്ള പിക്ചർ കാണുന്നുണ്ടല്ലോ അല്ലേ, അതാണ് ഇപ്പോഴത്തെ 4D ഇമേജിംഗ് എന്ന് പറയുന്നത്. 4D അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് നമുക്ക് കുട്ടിയുടെ ചിത്രം, നമ്മുടെ പ്രഗ്നൻസിയുള്ള, നമ്മുടെ യൂട്രസിലുള്ള, ഗർഭപാത്രത്തിലുള്ള കുട്ടിയുടെ ചിത്രം, അതേപോലെ കുട്ടിയുടെ അനക്കവും കാര്യങ്ങളൊക്കെ ഒരു 3D ഇമേജായി അല്ലെങ്കിൽ ഒരു 4D ഇമേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടെക്നോളജി. അൾട്രാസൗണ്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ നമുക്ക് 4D ഇമേജ് വരെ കാണാൻ പറ്റും. കുട്ടിയുടെ സൈസ്, ഷേപ്പ് നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നുള്ളതാണ് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അൾട്രാസൗണ്ട് ടെക്നോളജിയിലെ എന്താ പറയുക, ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്ന ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ എക്സ്റേ മെഷീനിൽ നമ്മൾ പ്രധാനമായും എന്ത് റേസ് ആണ് ഉപയോഗിക്കുന്നത്, എക്സ്റേസ് എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നാൽ അൾട്രാസൗണ്ടിൽ എന്താണ് ഉപയോഗിക്കുന്നത്, അൾട്രാസൗണ്ട് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സിഗ്നൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു വളരെ ശാന്തമായ ഒരു കിണർ അല്ലേ, ആ കിണറിൽ വെള്ളമുണ്ട്. അപ്പൊ അതിന്റെ നടുവിലേക്ക് നമ്മളൊരു കല്ലിട്ടാൽ എന്താ സംഭവിക്കുക, അതിങ്ങനെ ഒരു നല്ലൊരു ഓളായിട്ടല്ല, അങ്ങനെ ഒരു പൊന്തി ഒരു ഓളമായിട്ട് പോകും അല്ലെ. അതാണ് നമ്മൾ പറയുന്നത് മെക്കാനിക്കൽ വൈബ്രേഷൻസ് എന്ന് പറയും. എന്ത് ചെയ്യും, അത് സെന്ററിൽ നിന്ന് ആ കിണറിന്റെ വെള്ളത്തിന്റെ നടുവിലാണ് നമ്മൾ ചെറിയൊരു കല്ലിട്ടെങ്കിൽ എന്ത് ചെയ്യും, അത് സൈഡിലേക്ക് ഇങ്ങനെ ഒരു മെക്കാനിക്കൽ അല്ലെ, ഒരു വേവ് പോലെ, ഒരു തിരമാല പോലെ എന്ത് ചെയ്യും, ഇങ്ങനെ സമീപ പ്രദേശത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. ഇതിനാണ് നമ്മൾ പറയുന്നത് എന്ത്, വേവ് ഫോംസ് അല്ലെ. അപ്പൊ അതേപോലെ ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ ആണ് എന്ത് നമ്മൾ പറയുന്ന അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ വൈബ്രേഷൻ ആണ്, നമുക്ക് കേൾക്കാൻ പറ്റുന്നതല്ല, പക്ഷെ ഇറ്റ്സ് എ മെക്കാനിക്കൽ വൈബ്രേഷൻ സിഗ്നൽ. ഓക്കെ, അപ്പൊ അതുണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന അത്തരം മെക്കാനിക്കൽ വൈബ്രേഷൻ അല്ലെങ്കിൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് നമ്മൾ പറയുന്ന പേരാണ് ഓസിലേറ്റർ. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു ആംപ്ലിഫയർ എന്താ നമ്മൾ പഠിച്ചു അല്ലെ. ആംപ്ലിഫയർ എന്താ, വാട്ട് ഈസ് എൻ ആംപ്ലിഫയർ എന്താണ്, ആംപ്ലിഫയർ ഈസ് എ ഡിവൈസ് വിച്ച് സ്ട്രെങ്തൻ ദ വീക്ക് സിഗ്നൽ. ഒരു വീക്ക് സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഓസിലേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു സിഗ്നൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന
ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ പേരാണ് എന്ത്? ഓസിലേറ്റർ. ഓക്കെ, പുതിയ ഒരു സർക്യൂട്ടിനെ അല്ലെങ്കിൽ പുതിയൊരു സിഗ്നലിനെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഓസിലേറ്റർ. ചിലപ്പോൾ നിങ്ങൾക്ക് വൈവയ്ക്ക് പ്രാക്ടിക്കലിനൊക്കെ വൈവയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, എന്താണ് ഓസിലേറ്ററും ആംപ്ലിഫയറും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ ഓസിലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? പുതിയ ഒരു സിഗ്നലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ആൾറെഡി ഉള്ള വളരെ വീക്കായിട്ടുള്ള ഒരു സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് എന്തെന്ന് ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓസിലേഷൻസ് ആർ സിംപ്ലി സ്പീക്കിംഗ് വൈബ്രേഷൻസ് ഓഫ് എനി ഡിസൈർഡ് ഫ്രീക്വൻസി. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ വൈബ്രേഷൻ ആണ്, അല്ലെ? ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ ആണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു സിഗ്നൽ വൈബ്രേഷൻ ആണ്. അപ്പൊ ആ വൈബ്രേഷൻ അറ്റ് ഡിസൈർഡ് ഫ്രീക്വൻസി, നമുക്ക് ആവശ്യമുള്ള ഒരു ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇനി നിങ്ങളോട് ചോദ്യം ചോദിക്കാം, നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന സിഗ്നലിന്റെ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്? നിങ്ങൾ പഠിച്ചു കാണാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാണ് എന്ത് നമ്മുടെ ചെവിക്ക് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് കേൾക്കാൻ പറ്റുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി റേഞ്ച്. 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള സൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് അൾട്രാസൗണ്ട് നമ്മൾ കേൾക്കാത്തത്. ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ അൾട്രാസൗണ്ട് മെക്കാനിക്കൽ വൈബ്രേഷൻസ് ഒക്കെ ഒരുപാട് സിഗ്നലുകളുണ്ട്. പക്ഷെ അത് നമ്മൾ കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ചെവിയുടെ റേഞ്ച്, നമ്മുടെ ഇയറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നമുക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത് ആ റേഞ്ചിന് മുകളിലാണ് എന്ത് ചെയ്യും? നമ്മളിവിടെ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിന് സൗണ്ട് കേൾക്കാത്തത്. എ സർക്യൂട്ട് വിച്ച് ഈസ് കാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓസിലേഷൻ ഈസ് നോൺ ആസ് ടാങ്ക് സർക്യൂട്ട്. അപ്പോൾ ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു വലിയ സർക്യൂട്ടിന്റെ ഉള്ളിൽ വേറൊരു ചെറിയ സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിന് പറയുന്ന പേരാണ് എന്ത്? ടാങ്ക് സർക്യൂട്ട് എന്ന് പറയും, അല്ലേ? ടാങ്ക് സർക്യൂട്ടിന് പ്രത്യേകത അതാണ് ആക്ച്വലി അതിന്റെ ഉള്ളിൽ സിഗ്നൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഓസിലേറ്റർ എന്ന് പറയുന്നത് വലിയൊരു സർക്യൂട്ടാണ്. ആ വലിയ സർക്യൂട്ടിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു എഞ്ചിൻ പോലത്തെ ഒരു സാധനമുണ്ട്, അല്ലേ? ഏത് സിഗ്നൽ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. ആ ചെറിയ സർക്യൂട്ടിന്റെ പേരാണ് എന്ത്? ടാങ്ക് സർക്യൂട്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് ഓസിലേറ്ററിൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടിന്റെ പേരെന്താണ്? അപ്പൊ നമ്മൾ എന്ത് പറയും? ടാങ്ക് സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരു ടാങ്ക് സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട്? എ ടാങ്ക് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ പാരലൽ കോമ്പിനേഷൻ ഓഫ് എൻ ഇൻഡക്ടർ ആൻഡ് എ കപ്പാസിറ്റർ. ടാങ്ക് സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട്? എ പാരലൽ കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ടർ ആൻഡ് എ കപ്പാസിറ്റർ. നമുക്ക് ഇൻഡക്ടറിനെ കുറിച്ച് അറിയാം, റെസിസ്റ്ററിനെ കുറിച്ച് അറിയാം, കപ്പാസിറ്ററിനെ കുറിച്ച് അറിയാം. അത് കഴിഞ്ഞ് നമ്മൾ കുറെ ഡയോഡിനെ കുറിച്ച് പഠിച്ചു, ട്രാൻസിസ്റ്ററിനെ കുറിച്ച് പഠിച്ചു, ഒക്കെ നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും പാരലൽ വെച്ചുകൊണ്ടുള്ള ഒരു സർക്യൂട്ടിന്റെ പേരാണ് ടാങ്ക് സർക്യൂട്ട്. ചിലപ്പോൾ പരീക്ഷ ചോദിക്കാം, വാട്ട് ഈസ് എ ടാങ്ക് സർക്യൂട്ട്? ഒരു ടാങ്ക് സർക്യൂട്ട് എന്നാൽ എന്താണ് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ നമുക്ക് ഉത്തരം പറയാമെന്നത്, എ ടാങ്ക് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ പാരലൽ കോമ്പിനേഷൻ ഓഫ് an ഇൻഡക്ടർ ആൻഡ് എ കപ്പാസിറ്റർ. ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും ഉള്ള ഒരു പാരലൽ കോമ്പിനേഷനിൽ അതിനെ കണക്ട് ചെയ്താൽ ആ സർക്യൂട്ടിനെ പറയുന്ന പേരാണെന്ത്? ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ടാങ്ക് സർക്യൂട്ട് എന്നാൽ എന്താണ്? ഇതാണ് ടാങ്ക് സർക്യൂട്ട്. കണ്ടോ? എന്തുണ്ട്? ഒരു ഇടത്തെ സൈഡിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്, വലത്തെ സൈഡിൽ എന്തുണ്ട്? ഒരു ഇൻഡക്ടർ ഉണ്ട്, പാരലാക്കി കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാങ്ക് സർക്യൂട്ട് എന്ന് പറയും. ഈ ടാങ്ക് സർക്യൂട്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്? സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് സൈൻ വേവ് അല്ലെങ്കിൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് ഈ ടാങ്ക് സർക്യൂട്ടിനുള്ളിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ടാങ്ക് സർക്യൂട്ടും ചിത്രം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ടാങ്ക് സർക്യൂട്ട് എന്നാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? ഒന്ന്, എ ടാങ്ക് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് പാരലൽ കോമ്പിനേഷൻ ഓഫ് an ഇൻഡക്ടർ ആൻഡ് എ കപ്പാസിറ്റർ. അത് മാത്രമല്ല, എ ടാങ്ക് സർക്യൂട്ട് ഇസ് എ സർക്യൂട്ട് വിച്ച് ഇസ് കാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓസിലേഷൻ. ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടിന്റെ പേരാണെന്ത്? ടാങ്ക് സർക്യൂട്ട്. ആ രണ്ട് സെന്റൻസ് എഴുതിയതിനു ശേഷം ഈ ചിത്രം കൂടി അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രം കൂടി വരച്ചു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള ഓസിലേറ്ററുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഏതൊക്കെ തരത്തിലുള്ള സിഗ്നൽ ജനറേറ്ററുകൾ നിലവിലുണ്ട്. ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ സർക്യൂട്ട് കമ്പോണൻസ് ആൻഡ് ടൈപ്പ് ഓഫ് ഓസിലേഷൻ, ഓസിലേറ്റേഴ്സ് ആർ ഡിവൈഡഡ് മെയിൻലി ഇൻടു 4 ടൈപ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണന്റിനെ ആസ്പദമാക്കി നമ്മൾ എന്ത് പറയും? ഓസിലേറ്റർ നമുക്ക് വിവിധങ്ങളായിട്ട് തിരിക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കപ്പാസിറ്റർ പഠിച്ചില്ലേ? അതിലെന്തൊക്കെ കപ്പാസിറ്റർ ഉണ്ട്? മൈക്ക കപ്പാസിറ്റർ ഉണ്ട്, സെറാമിക് കപ്പാസിറ്റർ ഉണ്ട്, പേപ്പർ കപ്പാസിറ്റർ ഉണ്ട്, ഇല്ലേ? പോളിസ്റ്റർ കപ്പാസിറ്റർ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പേര് മാറുന്നത്? എങ്ങനെയാണ്? അതിൽ ഉപയോഗിക്കുന്ന ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് എന്ന് പറയാം. ആ കപ്പാസിറ്ററിന് 2 പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റിന് നടുവിൽ ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ട്. ആ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും?
ആ കപ്പാസിറ്ററിന്റെ പേരും മാറും. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്, ഇവിടെ നമ്മൾ ഓസിലേറ്റർ ഉപയോഗിക്കുന്ന കമ്പോണന്റുകൾ മാറുന്നതിനനുസരിച്ച് വിവിധ തരത്തിലുള്ള ഓസിലേറ്ററുകളുണ്ട്. ഓസിലേറ്റർ ഉപയോഗിക്കുന്ന കമ്പോണന്റുകൾ അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഓസിലേറ്ററിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതിലുള്ള ഒന്നാണ് എന്ത്, ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയും. രണ്ടാമത്തത് കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് പറയും. മൂന്നാമത്തെ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയും. നാലാമത്തത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയും. അപ്പൊ ഈ തരത്തിലുള്ള 4 തരത്തിലുള്ള ഓസിലേറ്ററുകളാണ് സാധാരണയായി ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, ചിലപ്പോൾ പരീക്ഷ ചോദിക്കാം, ലിസ്റ്റ് ഔട്ട് വാട്ട് ഈസ് എൻ ഓസിലേറ്റർ. ഓസിലേറ്റർ എന്നാൽ എന്താണ്? ലിസ്റ്റ് ഔട്ട് വേരിയസ് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ്. ഏതൊക്കെ തരത്തിലുള്ള ഓസിലേറ്ററുകളുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതിൽ ഏറ്റവും നല്ല ഓസിലേറ്റർ ഏതാണ് എന്ന് ചോദിക്കാം, അല്ലെ? ഇതിൽ ഏറ്റവും നല്ല ഓസിലേറ്റർ ആണ് നമ്മൾ മൂന്നാമത്തെ പറഞ്ഞിട്ടുള്ള ക്രിസ്റ്റൽ ഓസിലേറ്റർ. ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 100 മെഗാഹെർട്സ് ആണ് എന്ന് പറഞ്ഞാൽ അത് 100 മെഗാഹെർട്സ് തന്നെയായിരിക്കും, കൃത്യമായിരിക്കും. ബാക്കിയുള്ള 1, 2, 4 ഓസിലേറ്ററുകൾ എന്തല്ല 100% ആക്യുറേറ്റ് ആയിട്ട് കിട്ടുകയില്ല. അതേസമയം ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്ന ഓസിലേറ്റർ ഏറ്റവും കൃത്യമായി 1 മെഗാഹെർട്സ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അത് 1 മെഗാഹെർട്സ് സിഗ്നൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ഏറ്റവും ഷാർപ്പായിട്ടുള്ള, ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഓസിലേറ്റർ ആണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ചിലപ്പോൾ നിങ്ങൾ വൈവയ്ക്ക് ചോദിക്കാം, ഏതൊക്കെ തരത്തിലുള്ള ഓസിലേറ്റർ നിങ്ങൾക്ക് അറിയാവും. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റൊക്കെ പറയും. എന്നിട്ട് വൈബ് ചോദിക്കുന്ന ആൾ ചോദിക്കാം, ഇതിൽ ഏറ്റവും നല്ല ഓസിലേറ്റർ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പോൾ വീണ്ടും ചോദ്യം വരും, എന്തുകൊണ്ടാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ നല്ല ഓസിലേറ്റർ ആണ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ പറയുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ പ്രത്യേകത ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് സിഗ്നൽ കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 1 മെഗാഹെർട്സ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ എപ്പോഴും 1 മെഗാഹെർട്സ് ആയിരിക്കും. അത് കൃത്യമായിരിക്കും, അത് മാറില്ല. അത് പിന്നെ 1.5 മെഗാഹെർട്സോ അല്ലെങ്കിൽ 0.8 മെഗാഹെർട്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല. എപ്പോഴും കൃത്യം 1 മെഗാഹെർട്സ് ആയിരിക്കും. അതാണ് എന്ത്, പെർഫെക്റ്റ് ആയിരിക്കും. സിഗ്നൽ ഓസിലേഷൻ എന്തായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ പ്രത്യേകത. ഇനി നമുക്ക് നോക്കാം, ഈ ചിത്രത്തിൽ നിങ്ങൾക്കൊരു ഡയഗ്രാം കാണാം. ഇവിടെ അതായത് ഈ പറയുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഇതാണ് ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ സിമ്പൽ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഇടത്തെ സൈഡിൽ വരച്ചിരിക്കുന്ന ക്വാർട്സ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ആ ഒരു ഉണ്ടല്ലേ, ഒരു ബോക്സും മുകളിൽ ഒരു വര, താഴെ ഒരു വര. ഇതാണ് എന്ത്, ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പൊ the main part of the crystal oscillator is a crystal which vibrate with its natural frequency. ഇതില് ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സാധനം ഒരു മെറ്റീരിയൽ ഉണ്ട്, ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ക്രിസ്റ്റൽ. ഓക്കെ, വിച്ച് വൈബ്രേറ്റ് വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. ആ ക്രിസ്റ്റലിന്റെ പ്രത്യേകത എന്താ, അത് വൈബ്രേറ്റ് ചെയ്യും. അത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ, അതിന്റെ പ്രകൃതിയാലുള്ള ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും, ദാറ്റ് വിൽ വൈബ്രേറ്റ്. ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഈസ് പീസോ ഇലക്ട്രിക് എഫക്ട്. ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, പീസോ ഇലക്ട്രിക് എഫക്ട് ആണ്. അപ്പൊ ചിലപ്പോൾ പരീക്ഷ ചോദിക്കാം, എന്താണ് പിന്നെ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാം, വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അപ്പൊ നമ്മൾ പറയും പീസോ ഇലക്ട്രിക് എഫക്ട്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, പീസോ ഇലക്ട്രിക് എഫക്ട് എന്നാൽ എന്താണെന്നുള്ളതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് പീസോ ഇലക്ട്രിക് എഫക്ട്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ട് ഈ പീസോ ഇലക്ട്രിക് എഫക്ട് എന്താണെന്നൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ എന്താണ്, when a mechanical force is applied at the surface of a certain crystal such as quartz or Rochelle salt, a potential difference will develop at the opposite face of the crystal. അപ്പൊ ഇതിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റലിന്റെ പേരാണ് ക്വാർട്സ്, അതുപോലെ റോഷെല്ലെ സാൾട്ട്. ഈ ക്വാർട്സ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, നമ്മുടെ വാച്ചിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഈ സാധനം. പണ്ടത്തെ വാച്ച് ഉണ്ട്. പണ്ടത്തെ വാച്ച് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു, പണ്ട് ചാവി കൊടുത്തിട്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ, ചില വാക്കുകളാണ് നല്ലോണം തിരിക്കണം. അത് രാവിലെ തന്നെ നല്ലോണം തിരിച്ച് സമയമൊക്കെ കറക്റ്റ് ആക്കി വെച്ച് നല്ല ചാവി കൊടുത്ത് തിരിച്ചു വെക്കണം. എന്നാൽ വൈകുന്നേരം രാത്രിയാവുന്നവരെ എന്തായിരിക്കും, കറക്റ്റ് സമയത്തിനോടും. വീണ്ടും പിറ്റേന്ന് രാവിലെ നമ്മൾ ചാവി തിരിച്ച് കറക്റ്റായിട്ട് നല്ല ടൈറ്റ് ആക്കി വെക്കണം. വൈകുന്നേരം വരെ ഓടും. അങ്ങനത്തെ വാച്ചുകൾ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ വാച്ചുകളൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ഡെവലപ്മെന്റ് ആണ് എന്ത്, ക്വാർട്സ് ക്രിസ്റ്റൽ ഉപയോഗിക്കാനുള്ളത്. ഓക്കെ, ക്വാർട്സ് ക്രിസ്റ്റൽ ഉപയോഗിച്ചാലുള്ള പ്രത്യേകത എന്താണ്, അത് സ്റ്റേബിൾ ആയിരിക്കും അല്ലെ, കുറഞ്ഞ പവർ മതി വർക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഒരു ബാറ്ററി ഇട്ടാൽ അല്ലെ, നിങ്ങളുടെ പിന്നെ വാച്ചിലൊക്കെ ഒരു ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു കൊല്ലം മിനിമം ഓടും അല്ലെ, ഒരു കൊല്ലം എന്ത് ചെയ്യും, അത് മിനിമം റൺ ചെയ്യും സംഭവം. എന്നിട്ട് നമ്മൾ വാച്ചിന്റെ ബാറ്ററി മാറ്റേണ്ടത് വരുന്നുള്ളൂ. അത്രയും ലോ പവർ
ഡിവൈസ് ആണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ വെച്ചുകൊണ്ടുള്ള ഡിവൈസ് എന്ന് പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ വാച്ചുകളിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാച്ചുകളിലൊക്കെ തന്നെ, അതുപോലെ കമ്പ്യൂട്ടറുകളിലും, അതുപോലെ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സറിന്റെ ക്രിസ്റ്റൽ ആയിട്ടും അതിന്റെ സിഗ്നൽ ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്വാർട്സ് ക്രിസ്റ്റലുകളാണ്. വളരെ കൃത്യമായ ഫ്രീക്വൻസിയാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മെക്കാനിക്കൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് അറ്റ് ദ സർഫേസ് ഓഫ് ദ ക്രിസ്റ്റൽ. അപ്പൊ ഈ പീസോ ഇലക്ട്രിക് എഫക്ട് ആണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് പീസോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ? പീസോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് മെറ്റീരിയലാണ് സാധാരണ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ക്വാർട്സും, രണ്ടാമത്തത് റോഷെല്ലെ സാൾട്ട്. അപ്പൊ ഈ സാൾട്ടിന്റെ മുകളിൽ അല്ലെങ്കിൽ ക്വാർട്സിന്റെ മുകളിൽ നമ്മളൊരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാകും. ഓക്കെ, അതേപോലെ ഈ ക്വാർട്സ് എന്ന് അല്ലെങ്കിൽ റോഷെല്ലെ സാൾട്ട് എന്ന് പറയുന്ന ആ മെറ്റീരിയലിൽ, ആ വസ്തുവിൽ നമ്മളൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുത്താൽ എന്തുണ്ടാവും? മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാകും. ഓക്കെ, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള ഈ എഫക്റ്റിന് പറയുന്ന പേരാണ് എന്ത്? പീസോ ഇലക്ട്രിക് എഫക്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്വാർട്സ് ക്രിസ്റ്റലിന്റെ ചെറിയൊരു ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിൽ നല്ലോണം അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു കേബിൾ എടുത്തിട്ട് സിഗ്നൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതേസമയം നിങ്ങൾ ആ ക്വാർട്സ് ക്രിസ്റ്റലിലേക്ക് നിങ്ങൾ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് കൊടുക്കണം. അപ്പൊ എന്തുണ്ടാവും? അതിലെന്തുണ്ടാവും? മെക്കാനിക്കൽ വൈബ്രേഷൻസ് ഉണ്ടാവും. മെക്കാനിക്കൽ വൈബ്രേഷൻ ആ ക്വാർട്സ് ക്രിസ്റ്റൽ ഉണ്ടാവും. ആ മെക്കാനിക്കൽ വൈബ്രേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ അൾട്രാസൗണ്ടിൽ ഉപയോഗിക്കും. അൾട്രാസൗണ്ടിൽ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ എഫക്റ്റിനെ പറയുന്ന പേരാണ് പീസോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. എന്താണ്? പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ മെറ്റീരിയൽ ആയിട്ടുള്ള ക്വാർട്സ് അല്ലെങ്കിൽ റോഷെല്ലെ സാൾട്ട്, അതിലേക്ക് നമ്മളൊരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ചുറ്റികെടുത്ത് അടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാകും. ഇനി അതേ മെറ്റീരിയലിലേക്ക് നമ്മളൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഈ എഫക്റ്റിനെ പറയുന്ന പേരാണ് പീസോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. ദ ഫിനോമിനോൺ ഈസ് കോൾഡ് പീസോ ഇലക്ട്രിക് എഫക്ട്. ഓക്കെ, ഇതാണ് ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ സർക്യൂട്ട്. ഇത് നിങ്ങൾ നന്നായി വരച്ച് പഠിക്കണം. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണാം, മുകളിലല്ല വലത് സൈഡിൽ കണ്ടോ, ഒരു C1 എന്നുള്ള ഒരു കപ്പാസിറ്റർ ഉണ്ട്, C2 എന്നുള്ള കപ്പാസിറ്റർ ഉണ്ട്. വലത് സൈഡിൽ എന്തുണ്ട്? ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട്. അപ്പൊ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ സിമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്ന നടുവിലൊരു ബോക്സും അപ്പുറത്തൊരു വര ഇപ്പുറത്തൊരു വര ഒരു പ്ലേറ്റ് പോലെ. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ. ബാക്കിയുള്ള സർക്യൂട്ട് R1, R2, RE അതുപോലെ RF ചോക്ക് എന്ന് പറയുന്ന സാധനങ്ങൾ സാധാരണ നമ്മുടെ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കലക്ടറിലാണ് ഔട്ട്പുട്ട് ഉള്ളത്. അവിടെയാണ് എന്തുണ്ടാവുക? നമ്മൾ ഈ പറയുന്ന ടാങ്ക് സർക്യൂട്ട് ഉണ്ടാവുക. ഓക്കെ, ഇതിൽ C1, C2 ആ ക്രിസ്റ്റൽ ഓസിലേറ്റർ അതാണ് നമ്മൾ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ആ ടാങ്ക് സർക്യൂട്ടിന്റെ ഒരു ലൈൻ എന്ത് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടാങ്ക് സർക്യൂട്ടിന്റെ ഒരു ലൈൻ ആ C2ന്റെ താഴ്ഭാഗത്തുനിന്ന് നേരെ വന്നിട്ട് എന്ത് ചെയ്യും? നേരെ വന്നിട്ട് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്കാണ് വരുന്നത്, അല്ലെ? ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. എന്താ പറയാ? പോസിറ്റീവ് ഫീഡ്ബാക്ക്. ചിലപ്പോൾ വൈവക്ക് ചോദിക്കാം, ഓസിലേറ്ററിൽ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് ഏതെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് പറയും? പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. അപ്പോൾ ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് പറയും? നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, ഓസിലേറ്ററിൽ പോസിറ്റീവ് ഫീഡ്ബാക്കും ആംപ്ലിഫയറിൽ നെഗറ്റീവ് ഫീഡ്ബാക്കുമാണ് ഉപയോഗിക്കുക. അപ്പൊ ഈ സർക്യൂട്ട് നന്നായി വരച്ച് പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സർക്യൂട്ടാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ സർക്യൂട്ട്. ഇനി നോക്കാം, ഈ സർക്യൂട്ട് ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും? ഡ്രോ ദ സർക്യൂട്ട്സ് ഡയഗ്രാം ഓഫ് എ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വിശദീകരിക്കാനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു, ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂഷ്വലി വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പീസോ ഇലക്ട്രിക് എഫക്ട്. പീസോ ഇലക്ട്രിക് എഫക്ട് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത്. രണ്ടാമതാണ് ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. The applied electric field will produce a mechanical deformation across some material. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്ന ആ ക്രിസ്റ്റൽ ക്വാർട്സ് അല്ലെങ്കിൽ റോഷെല്ലെ സാൾട്ട് എന്ന് പറയുന്ന ആ ക്രിസ്റ്റലിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്താൽ വിച്ച് വിൽ പ്രൊഡ്യൂസ് എ മെക്കാനിക്കൽ വൈബ്രേഷൻ. അത് ഉണ്ടാക്കും, ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാക്കും.
ആ വൈബ്രേഷനെ പറയുന്ന പേരാണെന്ത്? അൾട്രാസൗണ്ട് സിഗ്നൽ എന്ന് പറയുന്നത്. എന്താ പറയും? അൾട്രാസൗണ്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് യൂട്ടിലൈസസ് ഏത്? ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂട്ടിലൈസസ് വൈബ്രേറ്റിംഗ് ക്രിസ്റ്റലിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു മെക്കാനിക്കൽ റെസ്പോൺസ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഓഫ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ വ്യത്യാസം എന്താ? ഇറ്റ് യൂട്ടിലൈസസ് ദ വൈബ്രേറ്റിംഗ് ക്രിസ്റ്റൽ മെക്കാനിക്കൽ റെസൊണൻസ് ഫോർ ജനറേറ്റിംഗ് ആൻ ഇലക്ട്രിക് സിഗ്നൽ ഫോർ ദ പാർട്ടിക്കുലർ ഫ്രീക്വൻസി. അപ്പൊ ഇതിൽ നമ്മുടെ ഈ അൾട്രാസൗണ്ട് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ, ഒരു പ്രോബ് പോലത്തെ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്? ആ പേഷ്യന്റിന്റെ വയറിന്റെ മുകളിൽ ഇങ്ങനെ സ്കാൻ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആ ക്രിസ്റ്റലിലേക്ക് ഒരു വോൾട്ടേജ് കൊടുക്കും. ഏത്? ആ പ്രോബിലേക്ക് ഒരു വോൾട്ടേജ് കൊടുക്കും. വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് മെക്കാനിക്കൽ വൈബ്രേഷൻ അഥവാ അൾട്രാസൗണ്ട് ഉണ്ടാകും. ഓക്കെ, ഈ അൾട്രാസൗണ്ട് എന്ത് ചെയ്യും? നമ്മുടെ വയറിനുള്ളിലൂടെ പോയി കുട്ടീന്റെ മേലും അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യും? തിരിച്ചു വരും. ആ തിരിച്ചു വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോ എന്ന് പറയാം അല്ലെ? ഇപ്പൊ നമ്മളൊരു വീട്ടിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല, അപ്പൊ അവിടുന്ന് സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുന്ന് എക്കോ അടിക്കാന്ന് പറയില്ലേ നമ്മൾ അല്ലേ? അവിടുന്ന് ആ ചുവരിന്റെ കൂടെ തട്ടി എന്ത് ചെയ്യും? എക്കോ അടിക്കും. അതുപോലെ നമ്മളൊരു മലമുകളിൽ പോയിട്ട് ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് എന്ത് സംഭവിക്കാം? അത് അപ്പുറത്തുള്ള കുന്നിന്റെ മുകളിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? അത് തിരിച്ച് അതിന്റെ എക്കോ അടിക്കും. ഇതേപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? ആദ്യം ഒരു സിഗ്നൽ കടത്തിവിടും. എന്നിട്ട് ആ സിഗ്നൽ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? തിരിച്ചു വരും. ശരീരത്തിലെ പല അറകളിൽ നിന്നും തട്ടി തിരിച്ചു വരും. തിരിച്ചു വരുന്ന എന്ത് സിഗ്നലാണ്? മെക്കാനിക്കൽ വൈബ്രേഷൻ ആണ് അല്ലെ? ഈ മെക്കാനിക്കൽ വൈബ്രേഷൻ ഈ ക്രിസ്റ്റലിന്റെ മുകളിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പ്രോബ്, ഈ പറയുന്ന അൾട്രാസൗണ്ടിന്റെ പ്രോബ് എന്താണ്? ഒരേ സമയം അൾട്രാസൗണ്ടിന്റെ ട്രാൻസ്മിറ്ററും അടുത്ത പോയിന്റിൽ അത് റിസീവറുമായിരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഈ പ്രോബിലേക്ക് അല്ലെങ്കിൽ ഈ ക്രിസ്റ്റലിലേക്ക് നമ്മൾ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ, ഒരു അൾട്രാസൗണ്ട് ജനറേറ്റ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അങ്ങനെ ജനറേറ്റ് ചെയ്ത അൾട്രാസൗണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലൂടെ, നമ്മുടെ വയറിന്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങി കുട്ടീന്റെ മേലൊക്കെ തട്ടി എന്ത് ചെയ്യും? തിരിച്ചു വരും. തിരിച്ചു വരുന്നത് എന്താണ്? മെക്കാനിക്കൽ വൈബ്രേഷൻ ആണ്. ഈ മെക്കാനിക്കൽ വൈബ്രേഷൻ നമ്മുടെ പ്രോബിലുള്ള ക്രിസ്റ്റലിന്റെ മുകളിൽ തട്ടിയിട്ട് എന്താക്കും? ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ റിസീവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കുട്ടിയുടെ ഇമേജും അത് വയറിന്റെ ഇമേജും എത്ര BP ഉണ്ട് അല്ലെങ്കിൽ എത്ര ഹാർട്ട് ബീറ്റ് എത്ര ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഓക്കെ, അതാണ് 2-3 പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ്, യൂഷ്വലി ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആർ ഹൈലി സ്റ്റേബിൾ, കൺസിസ്റ്റ് ഓഫ് ഗുഡ് ക്വാളിറ്റി ഫാക്ടർ, ദേ ആർ സ്മോൾ ഇൻ സൈസ് ആൻഡ് ആർ എക്കണോമിക്കലി റിലേറ്റഡ്. അപ്പം നാലാമത് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ദേ ആർ ഹൈലി സ്റ്റേബിൾ ആണ്, വളരെ സ്റ്റേബിൾ ആണ്, കൺസിസ്റ്റ് ഓഫ് ഗുഡ് ക്വാളിറ്റി ഫാക്ടർ. ഗുഡ് ക്വാളിറ്റി ഫാക്ടർ എന്നതായിരിക്കും ഏറ്റവും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതൊരിക്കലും ഫ്രീക്വൻസി അങ്ങോട്ടൊന്നും ചേഞ്ച് ചെയ്യുന്നതല്ല. ഓക്കെ, അത് മാത്രമേ ദേ ആർ സ്മോൾ ഇൻ സൈസ്, ചെറിയ സൈസാണ്, ആൻഡ് ആർ എക്കണോമിക്കലി റിലേറ്റഡ്. കുറഞ്ഞ പൈസകൾ 5-10 റുപ്യക്ക് എന്ത് ചെയ്യും? ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ സർക്യൂട്ട്സ് ആർ മോർ സുപ്പീരിയർ കമ്പയർഡ് ടു അതർ ഓസിലേറ്റർ ലൈക്ക് LC ഓസിലേറ്റർ അല്ലെങ്കിൽ RC ഓസിലേറ്റർ. RC ഓസിലേറ്റർ കാട്ടിലും അല്ലെങ്കിൽ LC ഓസിലേറ്ററിനെ കാട്ടിലും ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നാണ് വളരെ പെർഫെക്റ്റ് ആണ്, സുപ്പീരിയർ ഇൻ ക്വാളിറ്റി ആൻഡ് പെർഫോമൻസ്. Generally, in microprocessors and microcontrollers, we are using this crystal oscillator. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലൊക്കെ ഈ മൈക്രോ പ്രൊസസർ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? സിഗ്നൽ കൊടുക്കണം ഇല്ല, അതിന് ക്ലോക്ക് സിഗ്നൽ കൊടുക്കണം. ആ ക്ലോക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ കൂടെയാണ്. നമ്മുടെ വാച്ച് ഒക്കെ, ക്വാർട്സ് വാച്ചുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ഓസിലേറ്റർ കൂടെയാണ്. അപ്പൊ ഇത്രയുമാണ് എന്തുള്ളത്? ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ വർക്കിംഗ് എന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അതാണ് നമ്മളിനി ഇത്രയും കാര്യം നമ്മൾ അൾട്രാസൗണ്ടിന്റെ ആപ്ലിക്കേഷൻ. ഈ അൾട്രാസൗണ്ട് എവിടേക്കാണ് നമ്മുടെ ജീവിതത്തിൽ എവിടേക്കാണ് അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്ന കാര്യം പറയാനുള്ളത്. അപ്പൊ അതിലുള്ള ഒന്നാണ് എന്ത്? യൂസ്ഡ് ഫോർ നോൺ ഇൻവേസീവ് ഇമേജിംഗ് ഓഫ് ഇന്റേണൽ ഇമേജിംഗ്. നമ്മുടെ ശരീരത്തിലുള്ള ഏത് സോഫ്റ്റ് ടിഷ്യൂസിന്റെയും ഇമേജ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോഫ്റ്റ് ടിഷ്യൂസ്, എല്ലിന്റെ ഇമേജ് എടുക്കാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? എക്സ്റേ ആണ് ഉപയോഗിക്കുക. ഓക്കെ, എല്ലിന്റെ ഇമേജ് എടുക്കാൻ അല്ലെങ്കിൽ എല്ല് പൊട്ടിയത് നോക്കാൻ ഒരിക്കലും നമ്മൾ അൾട്രാസൗണ്ട് ഇമേജ് ഉപയോഗിക്കാറില്ല.
ഓക്കെ. സോഫ്റ്റ് ടിഷ്യൂസ് ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ഹൃദയം, നമ്മുടെ കിഡ്നി, നമ്മുടെ ലിവർ, നമ്മുടെ മസിൽ സെല്ലുകൾ അല്ലെ, അങ്ങനെയുള്ള സോഫ്റ്റ് ടിഷ്യൂസിന്റെ ഒക്കെ നോൺ ഇൻവേസീവ് ഇമേജിങ്ങിന് എന്ത് ചെയ്യും, സാധാരണ അൾട്രാസൗണ്ട് ഉപയോഗിക്കും. അൾട്രാസൗണ്ടിന് മറ്റൊരു പ്രത്യേകത യൂസ്ഡ് ഫോർ മസിൽ മസാജിങ്. നമ്മൾ തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, അൾട്രാസൗണ്ടിന്റെ ഉപയോഗം അവിടെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മസിൽ മസാജിങ് ചെയ്യാവുന്നതാണ്. യൂസ്ഡ് ഫോർ ഡീപ്പ് ഹീറ്റ് തെറാപ്പി ടു മസിൽ ടിഷ്യൂസ്. ഇത് നമ്മൾ അൾട്രാസൗണ്ട് തെറാപ്പിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫിസിയോതെറാപ്പി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹീറ്റ് തെറാപ്പി അല്ലെ. അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിൽ ചൂടാക്കിയിട്ട് എന്ത് ചെയ്യാം, ഫിസിയോതെറാപ്പി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നോൺ ഇൻവേസീവ് മെഷർമെന്റ് ഓഫ് ബ്ലഡ് ഫ്ലോ ആൻഡ് ബ്ലഡ് പ്രഷർ. നോൺ ഇൻവേസീവ് മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഉള്ളിലേക്ക്, ശരീരത്തിന്റെ ഉള്ളിലേക്ക് സർജറി ചെയ്യാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നീഡിലോ കത്തീറ്ററോ ഒന്നും കടത്തി വിടാതെ തന്നെ എന്തുമാത്രം ബ്ലഡ് ഫ്ലോ ഉണ്ട് അല്ലെങ്കിൽ BP എത്രയുണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. ഒരു ബ്ലഡ് വെസലിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലൂടെ എന്തുമാത്രം ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ BPയുടെ പ്രഷർ എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അൾട്രാസൗണ്ട് ഇമേജിംഗ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അൾട്രാസൗണ്ടിന്റെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചൊവ്വാഴ്ച ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.